ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കല്യാണിയുടെ അരികിലേക്ക് ഹരി വന്നു. എന്താ ഇത്, പഠിക്കാനൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചെയ്ത കാര്യങ്ങളെല്ലാം കല്യാണി പറയുന്നു. എല്ലാ ജോലിയും ഒരുക്കി പഠിച്ചും കഴിഞ്ഞു, ഹോംവർക്കും എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുന്നു. ഇതെന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഹരി ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു, അപ്പുറത്തെ വീട്ടിലെ ട്രീസാൻഡിയുടെ കയ്യിലിരുന്നതാണ് ഈ മാഗസിൻ. ഇതിൻ്റെ കവർ നോക്കിയേ, എന്ത് രസമാണ് കാണാൻ, എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ കല്യാണി പറയുമ്പോൾ ഹരി പറയുന്നു, അതെന്താ ഇത്ര വിശേഷിച്ച് കാണാനുള്ളതെന്ന്. അച്ഛൻ ഒന്ന് നോക്കിയേ എന്ന് കല്യാണി വീണ്ടും പറയുന്നു. ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ഹരി അത് നോക്കുമ്പോൾ വീണയുടെ ഫോട്ടോയാണ് അതിലുള്ളത്. അത് കണ്ട് ദേഷ്യമടക്കാനാകാതെ നിൽക്കുകയാണ് ഹരി. കല്യാണി പറയുന്നു, എന്ത് ഭംഗിയാണല്ലേ അച്ഛാ ആൻറ്റിയെ കാണാൻ, എന്ത് നല്ല കണ്ണാ, ഈ ആൻറ്റിയെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു, അച്ഛൻ അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരി ദേഷ്യത്തോടെ പറയുന്നു, എന്തറിയോ, എനിക്ക് ഇവരൊക്കെ നോക്കിക്കൊണ്ട് നടക്കലാണോ ജോലിയെന്ന്. അച്ഛൻ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ, അച്ഛന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ അതിങ്ങ് തന്നേക്കെന്ന് കല്യാണി. ഇനി അവർ തന്നോ ഇവർ തന്നോ എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള മാഗസീനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലുണ്ടല്ലോ, അടിച്ച് ഞാൻ പുറം പൊളിക്കും. ചെന്ന് പുസ്തകം എടുത്തു വെച്ച് പഠിക്കടി, പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെ ഹരി പറയുന്നു. ഈ അച്ഛൻ ഇത് എന്താ എന്ന് പറഞ്ഞ് കല്യാണി അവിടെ നിന്ന് പോകുന്നു. കല്യാണി പോയ ശേഷം വളരെ ദേഷ്യത്തോടെ ആ ചിത്രത്തിലേക്ക് നോക്കുകയും ആ ഒരു കല്യാണത്തെ പറ്റി ഓർക്കുകയും ചെയ്യുകയാണ് ഹരി. പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഓർക്കുകയാണ് ഹരി. എന്നിട്ട് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ ആ മാഗസിൻ ചുരുട്ടി കൂട്ടി എറിയുകയാണ് ഹരി. ഈ സമയത്താണ് അമ്മാവൻ മുറിയിലേക്ക് വന്നത്. എടാ മക്കളെ, എന്താണ്, എന്തിനാ ഈ ബഹളം എന്ന് ചോദിക്കുന്നു. മോൾ ഈ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് എന്താണെന്ന് വാങ്ങിച്ചു നോക്കാനുള്ള ഉത്തരവാദിത്തം അമ്മാവനില്ലേ എന്ന് ഹരി ചോദിക്കുന്നു. എന്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, മോളുടെ കയ്യിലുള്ള പുസ്തകമാണെങ്കിൽ അത് ട്രീസ് കൊടുത്തതാണെന്ന് അമ്മാവൻ. അങ്ങനെ ആര് കൊടുക്കുന്ന പുസ്തകവും അവള് ഇവിടേക്ക് കൊണ്ടുവരണ്ട. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞത് മനസ്സിലായോ എന്ന് പറഞ്ഞ് ഹരി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ ഇതെന്താ മെൻ്റലായോ എന്ന് പറഞ്ഞ് ആ മാഗസിൻ എടുക്കുകയാണ് അമ്മാവൻ. ഷോ എന്നൊക്കെ പറഞ്ഞ് അത് നോക്കുമ്പോൾ അതാ വീണയുടെ ചിത്രം കാണുന്നു. ആ ചിത്രം കണ്ട് അമ്മാവനും ആകെ ഒന്ന് ഞെട്ടി. വീണയുടെ ആ ഒരു പഴയ കാലത്തെ പറ്റി ഓർക്കുകയാണ് അമ്മാവൻ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് വീണയെ ഒന്ന് ഫോട്ടോയിലെങ്കിലും കാണാൻ സാധിച്ചത്. വീണ ചെയ്ത ഓരോ പ്രവൃത്തികളും ഓർത്ത് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ഇപ്പോൾ അമ്മാവൻ. ശേഷം കാണിക്കുന്നത് സാറയാണെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്ന സമയം സാറയ്ക്കൊരു ഫോൺ വന്നു. ശിവാനന്ദനാണ് വിളിക്കുന്നത്. ഞാനിന്ന് ജീവനെ കണ്ടിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ജീവനെ കണ്ട കാര്യമെല്ലാം ശിവാനന്ദൻ സാറയോട് പറഞ്ഞു. ജീവനെ അവർ പിടികൂടിയതായിരുന്നു, പക്ഷേ അവരിൽ നിന്നും ജീവൻ രക്ഷപ്പെട്ടു പോയ കാര്യവും സാറെ അറിയിക്കുന്നുണ്ട്. ഞങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് അതൊക്കെ അവൻ്റെ അടവാണ്. പക്ഷേ അവനെ ഞാനും ശ്രുതിയും തേടി പിടിക്കും. നിത്യയും സുജാതയും തിരുവനന്തപുരത്തുണ്ട്, അത് നമുക്ക് ഉറപ്പാണെന്ന് പറയുന്നു. അങ്കിൾ, നമ്മുടെ തിരച്ചിലിന് ഒരു ബലമുണ്ടായത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഞാനത് രഘു അങ്കിളിനോട് പറയുന്നില്ല. രഘു അങ്കിളിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഏതു നേരവും പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കും. ബോധം തെളിഞ്ഞാലും കരച്ചു തന്നെയാണ്. പിന്നെ എങ്ങനെയാ അങ്കിൾ എന്നൊക്കെ സാറ പറയുന്നുണ്ട്. മനസ്സിലായി. സുജാതയെക്കുറിച്ചോ നിത്യയെക്കുറിച്ചോ നമുക്ക് കൃത്യമായ ഒരു തെളിവ് കിട്ടുന്നത് വരെ രഘു സാറിനോട് ഇത് പറയണ്ട എന്ന് ശിവാനന്ദൻ. അങ്കിളും ശ്രുതിയും ചിന്തിക്കുന്നത് പോലെ നിത്യയുടെ അരികിൽ തന്നെയാണ് ജീവൻ ഉള്ളതെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ നിത്യ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ സാറ പറയുന്നുണ്ട്. അത് ഞങ്ങൾ ചിന്തിച്ചു. ഒന്നും വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. എങ്ങനെയെങ്കിലും ജീവനുള്ള സ്ഥലം കണ്ടെത്തി അവനെ പിന്തുടർന്ന് അവരെ കണ്ടെത്താനേ നമുക്ക് കഴിയൂ. അതിനു മുമ്പ് എന്ത് ചെയ്താലും അത് അബദ്ധമാകുമെന്ന് ശിവാനന്ദൻ. പിന്നെ രഘുവിനെ കുറിച്ച് അന്വേഷിക്കുന്നു. കിടന്നു, ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും എഴുന്നേറ്റില്ല. പല നേരത്തും അങ്ങനെയാണ്. ചിലപ്പോൾ കുറേ നേരം ആ വീട്ടിലേക്ക് പോയിരിക്കും, ഇരുട്ടിൽ തനിച്ച്. ഞാൻ നിർബന്ധിച്ചാണ് വിളിച്ചുകൊണ്ട് വരുന്നത് എന്ന് സാറ പറയുന്നുണ്ട്. ദൈവം കാക്കട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ് ഈ ശിക്ഷ മുഴുവനും വാങ്ങിച്ചു കൂട്ടുന്നത്. എന്നാൽ പിന്നെ മോളെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ശിവാനന്ദൻ ഫോൺ വെച്ചു. ഫോൺ വെച്ചതിന് ശേഷം സാറ വിചാരിക്കുന്നുണ്ട് സുജാതാൻ്റെയും നിത്യയും എവിടെയായിരിക്കും എന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് ഇന്നാണ് ജ്യോതിയെ പെണ്ണ് കാണാനായി വരുന്നത്. ജ്യോതി ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് കണ്ണാടിയുടെ മുന്നിൽ ഇരിക്കുകയാണ്. അവിടേക്ക് നിത്യ എത്തി. വലിയ ഒരുക്കൊന്നും വേണ്ട, വരുന്നവരിങ്ങനെ കണ്ടാൽ മതിയെന്ന് നിത്യയോട് ജ്യോതി പറയുമ്പോൾ എന്തായാലും നീ നല്ല സുന്ദരിയല്ലേ എന്നൊക്കെ നിത്യ പറയുന്നുണ്ട്. വലിയ ഉത്സാഹത്തിലാണല്ലോ, ഇത് നടക്കുമെന്നാണോ വിചാരിച്ചത് എന്ന് ജ്യോതി. നടക്കും, അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് നിത്യയും പറയുന്നു. ശരവണനും വലിയ ഉത്സാഹത്തിൽ തന്നെയാണ്. സുജാതയോട് ശരവണൻ സംസാരിക്കുന്നു. അവർ വന്ന ജ്യോതി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ
കല്യാണം ഉടനെ ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അതിനല്ല ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് സുജാതയും പറയുന്നു. അപ്പായും അമ്മായും എല്ലാവരും ഉണ്ട്, പക്ഷേ ആർക്കും അറിയാത്തൊരു കല്യാണം അല്ലേ അമ്മ എന്ന് ശരവണൻ വിഷമത്തോടെ പറയുന്നു. എല്ലാം അറിയാവുന്ന നീയാണോ ഈ പറയുന്നത്? എന്തെങ്കിലും കണ്ടുമുട്ടിയാൽ രഘുവേട്ടനോട് എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ ഇതും കൂടി ആയിക്കോട്ടെ എന്ന് സുജാത പറയുന്നു. അമ്മ വിഷമിക്കണ്ട, എൻ്റെ മനസ്സിലൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ശരവണൻ പറയുന്നു. ശരവണ ഒരുപാട് ആലോചിക്കാൻ പാടില്ല എന്നൊക്കെ സുജാത പറയുന്നുണ്ട്. എന്നിട്ട് സുജാത അകത്തേക്ക് പോകുന്നു. പിന്നെ ജ്യോതിയുടെ അരികിലേക്ക് സുജാതയും എത്തി. കഴിഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. കഴിഞ്ഞു. അവളുടെ ഓരോ ചോദ്യങ്ങളും അതിന് മറുപടി പറഞ്ഞ ഇത്രയും നേരം പോയതെന്നൊക്കെ നിത്യ. എൻ്റെ ചോദ്യങ്ങൾ എന്നൊക്കെ സുജാത ചോദിക്കുന്നു. ആ സമയം ആദ്യം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജ്യോതി കാണുന്നു. വിവാഹം കഴിഞ്ഞു പോയാൽ ആദിമോൻ്റെ കാര്യങ്ങളെന്ന് ജ്യോതി വിഷമത്തോടെ ചോദിക്കുന്നു. ആദ്യം എന്നെ ഇപ്പോൾ നോക്കാറുണ്ടോ? അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടല്ലോ? ഇല്ലല്ലോ. അവൻ്റെ മനസ്സിലെ അമ്മ നിത്യയാണ്. ഞങ്ങൾക്ക് ജീവനുള്ളത് വരെ അവനെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് സുജാത പറയുന്നു. ജ്യോതി, ആദ്യയോട് നീ അകന്ന് നിൽക്കുന്നതിൻ്റെ കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം. തൽക്കാലം നീ അത് വിട്ടേക്ക് മോളെ എന്നൊക്കെ പറയുന്നു. ആ സമയം അമ്മ അവർ വന്താച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ശരവണൻ അവിടേക്ക് വരുന്നു. സന്തോഷമായിരിക്കണം എന്നൊക്കെ ജ്യോതിയോട് പറയുകയാണ് സുജാത. വീണ്ടും വളരെ സങ്കടത്തോടെ തന്നെ ജ്യോതി ആദ്യം നോക്കുന്നു. ജ്യോതി ആ സമയം താൻ ഗർഭിണിയായിരുന്ന സമയമൊക്കെ ആലോചിച്ച് വളരെ സങ്കടത്തോടെ ഇരിക്കുന്നു. ജ്യോതി പറയുന്നുണ്ട്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അല്ലെ നിത്യേച്ചി എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ ജ്യോതി പറയുന്നു. അങ്ങനെ ഇപ്പോൾ ജ്യോതിയെ കാണാൻ പെണ്ണ് കാണാൻ പയ്യനും പയ്യൻ്റെ അമ്മയും അച്ഛനും വന്നിരിക്കുന്നു. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് അവരും പറഞ്ഞു. നല്ല ഏരിയയാണ്, വീടും നല്ലതാണ്. വീട് നിങ്ങളുടെ സ്വന്തമാണോ എന്ന് അവർ ചോദിക്കുമ്പോൾ സുജാത പറയുന്നു, അല്ല, ഞങ്ങളിവിടെ വാടകയ്ക്കാണ് താമസമെന്ന്. നമ്മൾ തമ്മിൽ സംസാരിച്ചതിന് ശേഷം മോൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ കാര്യമുണ്ടായി എന്ന് പയ്യൻ്റെ അച്ഛൻ പറയുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ സ്ഥലം പറയുന്നുണ്ട്. ഒരു സ്ഥലം മാറ്റം, കൊല്ലത്തേക്കാണ്. അടുത്ത മാസമാണ് എൻ്റെ ജോയിൻ. അമ്മ പറയുന്നു. അപ്പോൾ ഞാനൊരു തീരുമാനം പറഞ്ഞു. പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സ്ഥലം മാറ്റത്തിന് മുന്നേ തന്നെ കല്യാണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയ്യോ, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് സുജാതയും പറയുന്നു. ആ സമയം നിത്യ അവിടേക്ക് വന്നു. ഇത് പത്മ, ഇതെൻ്റെ മൂത്ത മകളാണെന്ന് സുജാത അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മൂത്ത മോൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് എന്ന് പയ്യൻ്റെ അച്ഛൻ ചോദിക്കുന്നു. അത് ജ്യോതി, ഇളയ കുട്ടിയാണെന്ന് ശരവണൻ പറയുന്നു. ഇയാൾ എന്താണ് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പയ്യൻ. അങ്ങനെ താൻ ടീച്ചറാണെന്നുള്ള കാര്യം നിത്യ അവരോട് പറഞ്ഞു. എങ്കിൽ പിന്നെ പെൺകുട്ടി ഒന്ന് കാണാൻ വിളിച്ചോളൂ എന്ന് പയ്യൻ്റെ അച്ഛൻ പറയുന്നു. അങ്ങനെ ഇപ്പോൾ നിത്യ ജ്യോതിയെ വിളിച്ചുകൊണ്ട് വരാനായി പോകുന്നു. ഈ സമയം പയ്യൻ അമ്മയുടെ കാതിൽ എന്തോ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ മുന്നേ ഈ നാട്ടിലായിരുന്നോ അതോ വന്ന് താമസിക്കുന്നവരാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഞങ്ങൾ കുറച്ച് ദൂരെയായിരുന്നു, ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറേയായെന്നൊക്കെ സുജാത പറയുമ്പോൾ ജ്യോതിയും കൂട്ടി നിത്യ അവിടേക്ക് വന്നിരിക്കുന്നു. ജ്യോതി എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.